ആഹാ, എക്കണോമിക്സ് ആണോ? എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാ. നമ്മൾ പഠിച്ച ലിറ്ററേച്ചർ അല്ലേ, പിന്നെ എവിടെന്നാ ഈ എക്കണോമിക്സ് താല്പര്യം? ഒരു സബ്ജക്റ്റിനോട് താല്പര്യം വരാൻ നമ്മൾ അക്കാഡമിക് ആയിട്ട് പഠിക്കണമെന്നൊന്നും ഇല്ലല്ലോ. വീട്ടിലെ നിർബന്ധം കൊണ്ട് ഞാൻ എടുത്തേ ഉള്ളൂ. സിവിൽ സർവീസിന് കൂടുതൽ ഉപകാരപ്പെടുന്നത് അതാണെന്ന് അച്ഛനും അമ്മയും കട്ടായം പറഞ്ഞപ്പോ ഞാൻ നിന്നു കൊടുത്തതാ. പക്ഷെ എനിക്ക് അന്നും ഇന്നും താല്പര്യം എക്കണോമിക്സാ. താനിങ്ങനെ പഠിക്കുന്ന കാണുമ്പോ കൊതി വരുന്നടോ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. തനിക്ക് എൻട്രൻസ് അപ്ലൈ ചെയ്യാലോ. ഇപ്പൊ വേണ്ടടോ, ആദ്യം ഡെലിവറി കഴിയട്ടെ. തന്റെ ജൂനിയറായിട്ട് ഞാൻ പഠിച്ചോളാം. എപ്പോഴും ഭർത്താവിന്റെ ജൂനിയർ ആകുന്നതാ ഒരു ഭാര്യയുടെ സന്തോഷം. തനിക്ക് എക്കണോമിക്സിന്റെ ബേസ് തിയറി അറിയോ? ഞാൻ നോക്കി വരുന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ. പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് ഈക്വൽസ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈക്വൽസ് കോൺട്രാക്ട്. ഈ ബേസ് തിയറിയിൽ തുടങ്ങിയാല് എക്കണോമിക്സ് ഒരുമാതിരി നമുക്ക് വഴങ്ങും. താനൊരു സംഭവമാണല്ലോ. ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. അത്യാവശ്യം ഓർമ്മശക്തിയുണ്ട്. വായിച്ചതൊക്കെ മനസ്സിൽ നിൽക്കാറുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും എനിക്കത്ര ഈ ഗ്രാസ്പിംഗ് പവർ ഒന്നുമില്ല. എന്നാലേ ഞാൻ തനിക്ക് ക്ലാസ് എടുത്ത് തന്നാലോ? ചുമ്മാ ഒരു രസത്തിന്. ഓ, സന്തോഷം. എന്താ നീ ഒന്ന് വന്നേ. എന്താ നീ ഒന്ന് വാടാ, പറയാന്ന്. ഇടം ഇങ്ങോട്ട് വാടാ, നോക്കിക്കൊണ്ടിരിക്കാതെ. ഓ, എന്താ പുതിയ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നീ ഇങ്ങോട്ട് വാ. പോയിട്ട് വരാം. എന്താ ഈ പൊടിയരിക്കഞ്ഞിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എന്ത് പൊടിയരിക്കഞ്ഞു? അതിപ്പോ എവിടെ നിന്ന് കയറിയോ നീ കഥയില്? അതാ എനിക്കും അറിയേണ്ടത്. അത് എവിടെ നിന്ന് കയറി വന്നു? നിന്റെ ഭാര്യ അടുത്ത ദിവസമാണ് നിനക്ക് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തന്നായിരുന്നു. അമ്മയാണേ അളിയാ, ഞാൻ പൊടിയരിക്കഞ്ഞി കഴിച്ച കാലം മറന്നുപോയി. പിന്നെ ഇത്ര പെട്ടെന്ന് ഈ പൊടിയരിക്കഞ്ഞി എവിടെ നിന്ന് വന്നു? ഈ കാര്യത്തിൽ സത്യമായിട്ട് ഞാൻ നിരപരാധിയാണ്. ഇതെന്റെ പെങ്ങളുടെ സ്വന്തം കൃതിയായിരിക്കും. ശരി, സമ്മതിച്ചു. ഈ കേസിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി നിന്നെ ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ നീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്യായം തികച്ചും ശിക്ഷാർഹമാണ്. അയ്യോ, അതെന്താ അളിയാ? എടാ, നിന്നോട് ഒരു 1000 തവണ പറഞ്ഞതാ കഥവും തുറന്നിട്ട് ഇമാതിരി തോന്നിയ ദിവസം കാണിക്കരുതെന്ന്. അയ്യേ, അതിന് ഞങ്ങൾ ഇവിടെ ഒന്നും കാണിച്ചില്ല. അളിയനാണ് സത്യം. കള്ളം പറഞ്ഞാ കണ്ണുകൂട്ടി പോവും. അളിയൻ വെറുതെ തെറ്റിദ്ധരിക്കാ. ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. നീ ഏത് ടൈപ്പ് ആയാലും ഇപ്പൊ കാണിച്ചത് വളരെ മോശമായി പോയി. ഞാൻ എന്ത് കാണിച്ചെന്നാ? നീ ഒന്നും കാണിച്ചില്ലേ? ഇല്ല. നീ വാതിൽ മലർക്ക് തുറന്നിട്ട് കണ്ണും കണ്ടും നോക്കിയിരുന്ന് നിന്റെ ഭാര്യയായിട്ട് എക്കണോമിക്സ് ക്ലാസ് എടുത്തില്ലടാ. എടാ, ഇതെങ്ങാണ് എന്റെ ഭാര്യ കണ്ട നാളെ മുതൽ ഞാനും എക്കണോമിക്സ് ക്ലാസ് എടുക്കേണ്ടി വരില്ലേ? എക്കണോമിക്സിന് എനിക്ക് കിട്ടിയ മാർക്ക് കേട്ടാ നീ ഞെട്ടും. അയ്യേ, പാസ്സാവാൻ ഞാൻ പെട്ടപാട് എനിക്കേ അറിയൂ. എന്തിനാടാ മോനെ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അളിയന് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇനി മേലാൽ ആ വാതിൽ തുറന്നിടരുത്. അതെ, വെറും വാതിലല്ല, ഈ നരകത്തിന്റെ ട്രെയിനിങ് സെന്ററാ. അവിടുത്തെ പോലെ ഇവിടെയും കളിച്ച് ഒരു പോലീസുകാരന്റെ ജീവിതം നീ പാഴെ കളയലടാ കളിയാ. പ്ലീസ്, അപേക്ഷയാണ്. എന്താ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഒന്നും കളയും ഞാൻ. അണമുട്ടി നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ രോദനം നിനക്ക് പറഞ്ഞ മനസ്സിലാവലടാ നാറി. അളിയാ, കഷ്ടം. ഏട്ടൻ ഈ യൂണിഫോം ഒക്കെ എങ്ങോട്ടാ? ബാൻഡേജ് അഴിച്ചോ? എന്താ ദത്തേട്ടേത്? ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോണ്ടാന്ന്. ഒരാഴ്ചത്തേക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ. എന്റെ പൊന്നാമി, എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടാണോ? ഒരാഴ്ചയല്ല,
1 മാസം ലീവ് എടുത്ത് നിന്റെ പരിചരണത്തിൽ ജീവിക്കണമെന്നാ എന്റെ മോഹം. പിന്നെന്താ തടസ്സം? ദത്തേട്ടന് 1 മാസത്തെ ലീവിന് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ലീവ് കിട്ടിയത് തന്നെ. എന്റെ ആമി, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഇന്നലെ ഒരു ദിവസം തന്നെ ഞാൻ പോകാതിരുന്നതിന്റെ പാട് എനിക്കറിയൂ. കംപ്ലീറ്റ് കലങ്ങി മറിഞ്ഞു പോയി. ഇന്ന് ഞാൻ ചെന്നില്ലെങ്കിലേ ആകാശം ഇടിഞ്ഞു വീഴുമായിരിക്കും അല്ലേ? വീഴുവാണെങ്കിൽ വീഴട്ടെ. ദത്തേട്ടൻ ഈ കണ്ടീഷനിൽ ഞാൻ എങ്ങോട്ടും വിടില്ല. എന്റെ കണ്ടീഷൻ എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലേ? ഈ കൈ ഇരിക്കുന്ന ഇരിപ്പ് നോക്കി, വേദന നീര് ഇതുവരെ മാറിയിട്ടില്ലല്ലോ. അയ്യോ, അതൊക്കെ എപ്പോഴേ മാറി. ഞാൻ കണ്ടില്ലേ, നോക്ക്. എന്നെ ദത്തേട്ടൻ മാത്രം പറഞ്ഞാ മതിയോ? പിന്നെ എന്റെ വേദനയുടെ കാര്യം വേറെ ആരെ പറയണ്ട ആമി? ദത്തേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ വിട്ടുതരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദത്തേട്ടൻ ഇന്ന് എങ്ങോട്ട് പോകുന്നില്ല. ഇത് എന്റെ തീരുമാന. നിന്നെക്കാളും മുമ്പ് ഈ തീരുമാനം എടുത്ത ഞാൻ. എന്റെ ആമി, നിന്റെ സ്നേഹം അനുഭവിച്ച് എനിക്ക് കൊതി മാറിയിട്ടില്ല. പിന്നെന്തിനാ പോകുന്നേ? പിന്നെ അതെ, ചീഫ് മിനിസ്റ്റർ പറഞ്ഞ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ചീഫ് മിനിസ്റ്ററോ? ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ദത്തേട്ടനെ വിളിച്ചോ? അത് മിനിസ്റ്റർ വിളിച്ചിട്ടില്ല. മിനിസ്റ്റർ പറഞ്ഞിട്ട് സെക്രട്ടറിനെ വിളിച്ചു. സത്യം? സത്യം. പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എന്റെ ആമി, നിനക്ക് ഇതുവരെ നിന്റെ ദത്തേട്ടന്റെ വില മനസ്സിലായിട്ടില്ല. ഒരു ദിവസം എനിക്ക് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. പറയുമ്പോ ഞാനൊരു സാധാരണ IPS ഓഫീസറാ. പക്ഷെ ഡിപ്പാർട്ട്മെന്റിലും പൊളിറ്റീഷ്യൻസിന്റെ ഇടയിലും ഒക്കെ എനിക്കുള്ള മതിപ്പെന്താണെന്ന് നിനക്കറിയാവോ? SP ഉമാദത്തൻ എന്ന് പറഞ്ഞാലേ അവർക്ക് മാരിക്കും. എനിക്കറിയാം എന്റെ ദത്തേട്ടൻ വലിയ ആളാണെന്ന്. പക്ഷെ ദത്തേട്ട, ഞാൻ ഈ ദുശ്ശാഠ്യങ്ങളൊക്കെ പിടിക്കുന്നതേ ദത്തേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ദത്തേട്ടന്റെ ആരോഗ്യം എനിക്ക് എല്ലാത്തിലും മുഖ്യം. പക്ഷേ മുഖ്യമന്ത്രിയേക്കാൾ വലിയൊരു മുഖ്യം ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ എന്താ ആമിയുള്ളത്? അതൊക്കെ ഞാൻ സമ്മതിച്ചു. ദത്തേട്ടൻ ഇത്രയും വലിയൊരാളാണെന്ന് അറിയുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഈ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്പെഷ്യൽ കോൺഫറൻസ് ഇന്ന് 11 മണിക്കാ വെച്ചിരിക്കുന്നത്. എന്നാ ശരി. അയ്യോ മീറ്റിംഗിലിരിക്കുമ്പേ ആരും കാണാതെ ചീഫ് മിനിസ്റ്റർ വെച്ച് എനിക്കൊരു സെൽഫി എടുത്ത് അയക്കണേ. ചുമ്മാ എനിക്കൊന്ന് അഹങ്കരിക്കാനാ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാമി. നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ സ്വഭാവം അറിയാലോ, മൂക്കത്തെ ചൂണ്ടി. ഇനി അങ്ങനെയാണെന്ന് കണ്ടാലേ ആ ഒരൊറ്റ കാരണം മതി, കാസർഗോട്ടേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചാൽ. എന്നാലും ഒന്ന് ശ്രമിക്കണേ ദത്തേട്ടാ. അതൊക്കെ ഞാൻ ശ്രമിക്കാം. എന്നാ പോട്ടെ, പോവാൻ വരട്ടെ. ഇനി എന്ത് വേണം? മിനിസ്റ്ററിന്റെ കൂടെയൊക്കെ സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ളതല്ലേ ദത്തേട്ടൻ. ഈ മുട്ടയും പാലും ഒക്കെ കഴിച്ചേ. അത്രേ ഉള്ളോ? ഇപ്പൊ ശരിയാക്കി തരാമേ.